അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. പരിശുദ്ധ റമളാൻ ഖുർആനിൻ്റെ വാർഷികമാണ്. ഈ വരാനിരിക്കുന്ന മാസം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ വിശുദ്ധ മാസം ഖുർആനിലൂടെയാണ് മുസ്ലിം ലോകം സഞ്ചരിക്കുന്നതും സഞ്ചരിക്കേണ്ടത്. ഇത് ഖുർആൻ്റെ മാസമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഖുർആൻ്റെ അത്ഭുതമാണ് നമ്മുടെ ഒരു ചർച്ച. അപ്പോൾ ഖുർആൻ ലോകത്ത് എന്നും ചർച്ചയായിട്ടുണ്ട്, ഇന്നും ചർച്ചയായിട്ടുണ്ട്, ഇനിയും ഖുർആൻ ചർച്ചയാവും. കാരണം ജീവിക്കുന്ന ഒരു സമൂഹത്തെ അഡ്രസ്സ് ചെയ്യുന്നൊരു ഗ്രന്ഥമാണ്. അപ്പോൾ ഖുർആൻ്റെ പല ആംഗിളിലൂടെയും നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. ഖുർആനിൽ സാമ്പത്തിക നിയമങ്ങളുണ്ട്, എന്നാൽ അത് ധനതത്വശാസ്ത്ര ഗ്രന്ഥമാണെന്ന് മാത്രമാണെന്ന് വിധി എഴുതാനാവില്ല. ഖുർആനിൽ ചരിത്രമുണ്ട്, പക്ഷേ ഖുർആൻ ഒരു ചരിത്ര ഗ്രന്ഥം അല്ല. ഖുർആനിൽ സാഹിത്യമുണ്ട്, പക്ഷേ ഖുർആൻ ഒരു സാഹിത്യ ഗ്രന്ഥവും മാത്രമല്ല. അപ്പോൾ ഖുർആനിൽ എല്ലാം ഉണ്ട്. ഖുർആനിൽ ശാസ്ത്രമുണ്ട്, എന്നാൽ അതൊരു ശാസ്ത്ര ഗ്രന്ഥം അല്ല. അറിവിൻ്റെ മഹാസാഗരമാണ് ഖുർആൻ. അപ്പോൾ ഈ ഖുർആനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ചാൽ അതിൻ്റെ വ്യത്യസ്ത തലങ്ങളിലൂടെ, ആ തീരങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ വലിയ വലിയ അത്ഭുതങ്ങൾ, അറിവുകൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, കാണാൻ പറ്റും, കണ്ടെത്താൻ കഴിയും, സ്വാംശീകരിക്കാൻ കഴിയും. അത് നമ്മൾ വഴി നടത്തുന്നു. ഈ ഖുർആനിൻ്റെ വിഷയങ്ങളെക്കുറിച്ച് പറയുമ്പോഴേ, നേരത്തെ പറഞ്ഞ ചരിത്രം, ഇങ്ങനെ ഒരു എണ്ണിയാൽ തീരാത്ത വിഷയങ്ങളാണല്ലോ ഖുർആൻ പറയുന്നത്. അതിനൊരു കാരണമല്ല ശരിക്കും എന്ന് പറഞ്ഞാൽ, ഖുർആന് ഹുദൽ ലിന്നാസാണ്, മനുഷ്യർക്കുള്ള സന്മാർഗ്ഗമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ മനുഷ്യരുടെയും ടേസ്റ്റുകൾ അവിടെ ഉണ്ടാവണ്ടേ. ഇപ്പോൾ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് മറ്റ് സയൻസുകളൊന്നും ഇഷ്ടം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഒരാൾ വന്നിട്ട് പഠിച്ചോനെ ഇത് എനിക്ക് പറ്റിയൊരു സാധനമല്ല. അപ്പോൾ നാളെ ഒരാൾക്ക് ഞാൻ ഖുർആൻ മൊത്തം വായിച്ചിട്ട് അല്ലെങ്കിൽ മുഴുവൻ പഠിച്ചിട്ട് എനിക്ക് ഫിറ്റായ ഒന്ന് ഞാൻ ഖുർആനിൽ കണ്ടില്ല എന്ന് ഒരാൾക്കും പറയാനില്ല. കാരണം മനുഷ്യനെ സൃഷ്ടിച്ച പടച്ചവൻ എല്ലാവരുടെയും ദാഹം തീർക്കാൻ പറ്റുന്നത്, എല്ലാവരുടെയും ദാഹം വിശുദ്ധ ഖുർആൻ. എനിക്ക് തോന്നുന്നത് അതിനേക്കാൾ ഉപരി അത് ആ പറഞ്ഞത് ഒരു ശരിയായ വസ്തുത തന്നെയാണ്. പക്ഷെ നോക്കൂ, നമ്മളിപ്പോൾ ഒരാൾക്ക് ഒരു ഗൈഡൻസ് എങ്ങനെ കൊടുക്കുക? ഒരാൾക്ക് ഗൈഡൻസ് കൊടുക്കണമെങ്കിൽ അയാളുടെ ഒരു പ്രശ്നം ഉണ്ടാവും. ആ പ്രശ്നത്തിൽ നിന്നാണല്ലോ ആൾക്കൊരു വഴി വേണ്ടത്, ആ പ്രശ്ന പരിഹാരം വേണ്ടത്. അപ്പോൾ ആ ഗൈഡൻസ് കൊടുക്കുന്ന ഓരോരുത്തർക്കും പല രൂപത്തിലുള്ള ഗൈഡൻസാണ് വേണ്ടി വരിക. അതായത് ചിലർക്ക് അവരനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾക്കുള്ള ഒരു പരിഹാരമായിരിക്കും. വേറെ ചിലർക്ക് അവരനുഭവിക്കുന്ന ചിന്താപരമായ ഒരു ശൂന്യതയുടെ അല്ലെങ്കിൽ അത് ചിന്താപരമായ ഒരു വഴിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ അതിനുള്ളൊരു പരിഹാരമായിരിക്കും. വേറെ ചിലർക്ക് ഫിലോസോഫിക്കലായിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ വ്യത്യസ്ത മനുഷ്യർ. അപ്പോൾ അതെല്ലാം ഖുർആൻ ഈ പറഞ്ഞ രൂപത്തിലേക്ക് എത്തിക്കുന്നു. അതായത് ഈ ഷിഫ എന്ന് പറയുന്നത് പോലെ. അപ്പോൾ ഗൈഡൻസ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ഇതൊക്കെ വരണം, ചരിത്രം വരണം. കാരണം ചരിത്രം അങ്ങനെയാണല്ലോ, ചരിത്രം എന്ന് പറയുന്നത് മനുഷ്യർക്ക് മുന്നോട്ട് പോകാനുള്ള ഈ കാറിന്റെ റിയർ വ്യൂ മിറർ പോലെയാണെന്നാണ് ആരോ ഒരാൾ അതിനെ വിശേഷിപ്പിച്ചത്. അത് പിറകോട്ട് നോക്കാതെ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ ചരിത്രത്തെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും ഖുർആനിന് മാത്രമുള്ള സവിശേഷത. കാരണം മുൻകഴിഞ്ഞു പോയ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് ഖുർആൻ വേറിട്ട് നിൽക്കുന്ന ഒരു സാധനം കൂടിയാണത്. എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് ഇറങ്ങിയിട്ടുള്ള വേദഗ്രന്ഥങ്ങൾക്ക് അത് ഇറങ്ങുന്നത് വരെയുള്ള ചരിത്രമാണുള്ളത്. ഖുർആൻ ഏറ്റവും അവസാനത്തെ പ്രോഫറ്റിന് ഇറങ്ങിയതോടുകൂടി എല്ലാ പ്രവാചകന്മാർ, ഇപ്പോൾ മൂസാ നബിയുടെ ചരിത്രം അതിപ്പോൾ സബൂറിൽ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. കാരണം അതിനുശേഷമാണല്ലോ മൂസാ നബി വന്നത്. ഈ ചരിത്രങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഖുർആനിൻ്റെ ചരിത്രം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സൂചിപ്പിച്ച പോലെ ശരിക്കും വർത്തമാനമാണ്, ഒന്നും ചരിത്രമല്ല. ആരെ എന്തിനെ കുറിച്ച് പറഞ്ഞാലും അത് കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തൊക്കെ ഇങ്ങനെ കാണാനില്ല. ഈ ചരിത്രത്തെ കുറിച്ച് പറയുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഖുർആൻ, അതായത് പലരും ചിലപ്പോൾ പാശ്ചാത്യർ അല്ലെങ്കിൽ ഖുർആനെ വിമർശിക്കുന്നവർ ഉന്നയിക്കുന്ന ഒരു വാദമാണ്, ഇതിൽ ഒരു കഥയും പൂർണ്ണമല്ല, ആകെപ്പാടെ ഒറ്റ ഒരു കഥയാണ് യൂസുഫ് നബിയുടെ കഥയായിട്ട് ഒറ്റ സൂറത്തിൽ പറഞ്ഞിട്ടുള്ളത്, തുടക്കം മുതൽ അവസാനം വരെ. പക്ഷെ അതുപോലും പൂർണ്ണമല്ല. കാരണം അതിൻ്റെ അകത്ത് ആകെ 2 പേരേ ഉള്ളൂ, യൂസുഫ് നബിയും യാക്കൂബ് നബിയും അലൈഹിസ്സലാം, അവരുടെ പേരുള്ളൂ. യൂസുഫ് നബിയുടെ മദറിന്റെ ഉമ്മയുടെ പേരില്ല, സഹോദരങ്ങളുടെ പേരില്ല, ഇത് എവിടെയാണ് നടന്നതെന്നില്ല, ഏത് വർഷമാണ് നടന്നതെന്നില്ല, ഒരുപാട് ഡീറ്റെയിൽസ് അല്ല വിട്ടുകളുന്നുണ്ട്. അപ്പോൾ ഖുർആന്റെ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് പ്രത്യേക പഠന വിഷയമാക്കേണ്ട ഒരു സംഗതിയാണ്. അതും നേരത്തെ പറഞ്ഞ ഗൈഡൻസുമായിട്ടാണ് ബന്ധം. അതായത് എല്ലാ അധ്യായങ്ങൾക്കും ഖുർആന്റെ എല്ലാ സൂറകൾക്കും ഒരു സെൻട്രൽ തീം ഉണ്ടാവും, ഒരു പ്രത്യേക തീം ഉണ്ടാവും. ആ തീമിലേക്ക് എത്തിക്കുന്ന കഥകളും ആ തീമിലേക്ക് എത്തിക്കുന്ന ശാസ്ത്ര സൂചനകളും ആ തീമിലേക്ക് എത്തിക്കുന്ന പ്രവചനങ്ങളും ഒക്കെയാണ് ഖുർആനിൽ ഉണ്ടാവുക. അത് തീർച്ചയായിട്ടും നിങ്ങൾ ശാസ്ത്ര സത്യങ്ങളെ പറ്റി പറഞ്ഞല്ലോ. സത്യത്തിൽ നമ്മൾ ഈ മനുഷ്യ ചരിത്രം പഠിക്കുമ്പോൾ മതവും ശാസ്ത്രവും തമ്മിൽ കോൺഫ്ലിക്റ്റ്, സംഘർഷത്തിൻ്റെതാണ്. ഇപ്പോൾ യൂറോപ്പിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ ഒരുപാട് സയൻറ്റിസ്റ്റുകൾ
അവർ നടത്തിയ കണ്ടെത്തലുകളുടെ പേരിൽ കൊല ചെയ്യപ്പെടുകയോ ജയിലിലടക്കപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെ പുലർത്തിയിരുന്ന അവരുടെ മതവിശ്വാസത്തിനെതിരായ കണ്ടെത്തലുകൾ നടത്തി. ഇപ്പോൾ ഗലീലിയോ ജയിലിലിട്ടു. എന്താണ് കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം സൗരകേന്ദ്ര സിദ്ധാന്തം അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അതായത് പ്രപഞ്ചത്തിന്റെ കേന്ദ്രബിന്ദു ഭൂമിയാണ് എന്നാണ് ആദ്യം അവരൊക്കെ കത്തോലിക്ക സഭയുടെ വിശ്വാസം അതാണ്. ഭൗമകേന്ദ്ര സിദ്ധാന്തമായിരുന്നു. സെൻട്രൽ ഭൂമിയാണ്. ഭൂമിയുടെ ചുറ്റും സൂര്യൻ ഉൾപ്പെടെ സഞ്ചരിക്കുന്നത് കൊണ്ട് രാവും പകലുണ്ടാവുന്നത്. പക്ഷെ പിന്നീടാണ് അല്ല, സൂര്യനാണ് നടുവിൽ എന്ന് അതിന്റെ പേരിലാണ്. പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ ഖുർആൻ നമ്മൾ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഖുർആന്റെ ലോകം നമ്മൾ പഠിക്കുമ്പോൾ, ഇസ്ലാമിക ലോകത്തെ ഒരു സയന്റിസ്റ്റും ജയിലിലടക്കപ്പെടുകയോ ശാസ്ത്രീയ കണ്ടെത്തലുകളുടെ പേരിൽ അതിന് കാരണം അടിസ്ഥാനപരമായിട്ട് താങ്കൾ പറഞ്ഞു തന്നെയാണ്. അതായത് ഈ ഇപ്പൊ നോക്കൂ, ഇപ്പൊ ഖുർആൻ സൂറത്ത് ദാരിയാത്തില് എന്ന് പറയുന്നുണ്ട്. അപ്പോ പിന്നെ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് 1920 എഡ്വിൻ ഹ്യൂബിൾ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് വാസ്തവത്തിൽ ഈ ഗാലക്സി, മിൽക്കി വേയും എല്ലാം ഇതെല്ലാം വികസിച്ചുകൊണ്ടിരിക്കുന്ന അതായത് ഭൂമിയിൽ നിന്ന് ഓരോ ഗോളങ്ങളും അകലും തോറും, അല്ലെങ്കിൽ അതിന്റെ അത്ര ദൂരം ഉണ്ടോ അതിനനുസരിച്ച് അത് വികസിച്ചുകൊണ്ടിരിക്കണം, അതിന്റെ പ്രൊപ്പോർഷണലി വികസിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ പക്ഷെ ഖുർആൻ പറഞ്ഞത് ആ ഒരു ശാസ്ത്രീയ സത്യം സ്ഥാപിക്കാനല്ല. നിങ്ങൾ നോക്കൂ, ഈ പ്രപഞ്ചത്തിന്റെ ഈ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എങ്ങോട്ട് എത്തണം? അള്ളാഹുവിലേക്ക് എത്തണം. ഇതിനെ സൃഷ്ടിച്ച അള്ളാഹുവിലേക്ക് എത്തണം. അത് പറയാൻ വേണ്ടി ഈ ഒരു ശാസ്ത്രീയ സത്യം പറഞ്ഞു. ഒരു ശാസ്ത്ര സത്യം സ്ഥാപിക്കാൻ വേണ്ടി മാത്രമാകുമ്പോൾ പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഖുർആൻ ഒരിക്കലും ഖുർആനിലെ ശാസ്ത്രീയ സത്യങ്ങളെ അങ്ങനെ സമീപിക്കുകയും ചെയ്യരുത്. എന്ത് ഇത് ഞങ്ങളുടെ ഖുർആനിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു അവതരണത്തിന്റെ ഒരു പ്രശ്നമുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഞങ്ങളുടെ ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്ന, സത്യത്തിൽ ഖുർആൻ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. ആ ചിന്തയിൽ നിന്ന് നമ്മൾ പ്രപഞ്ചത്തെ പഠിക്കുക. ഖുർആന്റെ ഒരു അഫല യൻദുറൂന ഇല ഇബിലി കൈഫ ഖുലിഖത് വൈല സമായി കൈഫ റുഫിയത്. അതായത് ചിന്തിക്കാനാ പറയുന്നത്. നിങ്ങൾ അതായത് ചിന്തിക്കണ്ട, അങ്ങോട്ട് നോക്കണ്ട എന്ന് പറഞ്ഞെടുത്ത് നിന്ന് ചിന്തിക്കൂ, നോക്കൂ. ഖുർആന് ശരിക്ക് ചെയ്യുന്ന പണി അതാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒന്നാമത് ഇറങ്ങിയിട്ടുള്ള ആയത്തുകൾ ഞാൻ നേരത്തെ ഇഖ്റ എന്ന് പറഞ്ഞിട്ട് ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് അതും ഈ പറഞ്ഞ അർത്ഥത്തിലുള്ള ഒരു സൂചനയാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നത് മനുഷ്യര് ഒന്നും ചിന്തിക്കാത്ത ആളുകളാവരുത് എന്നല്ല. എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ യുക്തിവാദം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാര് അവരുടെ യുക്തി ഉപയോഗിച്ച് അവർ ചിന്തിക്കണം, പടച്ചവനിലേക്ക് എത്തണം എന്ന് പറയുന്നത്. അപ്പോൾ പ്രപഞ്ചത്തെ അവിടെ വായിക്കാൻ പറയുന്നുണ്ട്. ഇഖ്റ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. എന്താ വായിക്കാൻ പറഞ്ഞത്? കയ്യിൽ പുസ്തകം കൊടുത്തിട്ടല്ലല്ലോ വായിക്കാൻ പറയുന്നത്. ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ് എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തെ, അല്ലെങ്കിൽ മനുഷ്യനെ, അവന്റെ ചുറ്റുപാടുകളെ, ജീവജാലങ്ങളെ ഒക്കെ എന്താക്കണം? വായിക്കണം. പടച്ചവനിലേക്ക് അത് എത്തുന്ന രൂപത്തിലുള്ള പ്രപഞ്ചമാണ് ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചു ആയാത്ത് എന്ന് പറഞ്ഞ പ്രയോഗം ഖുർആന്റെ സൂക്തങ്ങൾക്കും നമ്മൾ ഈ സൂക്തം എന്ന് അർത്ഥം പറഞ്ഞെല്ലാം തെറ്റാണ്. ഇംഗ്ലീഷിൽ വേഴ്സ് എന്നും മലയാളത്തിൽ സൂക്തം എന്നൊക്കെ പറയുന്നത് തന്നെ തെറ്റാണെന്ന് പറയുന്നത്. കാരണം വെച്ചാൽ ആയാത്ത് എന്ന പദത്തിന് നമ്മൾ സയൻസ്, ദൃഷ്ടാന്തം അങ്ങനെ ഉണ്ടല്ലോ, ആയത്തുകള് പാരായണം ചെയ്യുക എന്നപ്പുറത്തേക്ക് ചിന്തിക്കാൻ. അപ്പൊ ആ ആയത്തും പ്രപഞ്ചത്തിലെ ആയത്തിനെ കുറിച്ചും മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചും ഒക്കെ ഇണകളെ സൃഷ്ടിച്ചു. ആ സൂറത്തുർ റൂമില് ഒമിൻ ആയാത്തിഹി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഈ ഖുർആനിലെ വാചകങ്ങൾ എത്രമാത്രം ഹുദയാണോ അതുപോലെ ഹുദയാണ് ഈ പ്രപഞ്ചം. ആയത്ത് എന്നുള്ള പദം വിശുദ്ധ ഖുർആൻ പ്രയോഗിക്കുന്നത് അള്ളാഹുവിനെ കുറിക്കുന്ന അടയാളങ്ങളാണ്. ആയത്താണ് അടയാളം എന്നാണ്. അടയാളം. അപ്പോൾ ഖുർആനാണെങ്കിലും ഖുർആനിലെ വചനങ്ങളാണെങ്കിലും മോജിസത്തുകളെ ആയത്തെന്ന് പ്രയോഗിക്കുന്നുണ്ട് മൂസാ നബിയുടെ ഒക്കെ. അതുപോലെ ഈ പറഞ്ഞ അപ്പോൾ സനുരീഹിം ആയാതിന ഫിൽ ആഫാഖി എന്ന് പറയാം. അതുപോലെ ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. അപ്പോൾ ആയത്തുകൾ, ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ആയത്തുകൾ അല്ലെങ്കിൽ ഖുർആനൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ കർമ്മശാസ്ത്ര തലത്തുനിന്ന് പഠിക്കാം. അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഖുർആൻ പഠിക്കാൻ തീരുമാനിച്ച ഒരാൾ പഠിച്ചാൻ തീരുമാനിച്ചാൽ എന്തൊക്കെയാണ് അതിലെ ഉള്ളെടുക്കുന്ന നിയമങ്ങൾ, അതല്ലെങ്കിൽ അതിലെ നമസ്കാരവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്, ജക്കാത്തുമായി ബന്ധപ്പെട്ട് ആകെ 150-ലധികം അല്ലെങ്കിൽ 50ഓളം ആയത്തുകളാണ് ഫിഖ് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത്. എത്ര ആയത്തുകളുണ്ട് ഖുർആനിൽ? 6000-ലധികം ആയത്തുകളുള്ള ഖുർആനിൽ 150ഓളം. ബാക്കിയുള്ളതൊക്കെ ഇവിടെ. അപ്പോൾ ബാക്കിയുള്ളത് ഈ പറഞ്ഞ
സയൻസുകളുണ്ട്, ഹിസ്റ്ററി ഉണ്ട്, ചരിത്രങ്ങൾ ധാരാളം പറയുന്നുണ്ട്. അഫലാ തഅഖിലൂൻ, ചിന്തിക്കാൻ തഫക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ ആലോചിക്കുന്നില്ലേ, അഫലാ യൻദുറൂൻ. ഈ ഖുർആന്റെ ഒരു വെല്ലുവിളിയുണ്ട്. നിങ്ങൾ ഇതുപോലത്തെ വേദം കൊണ്ടുവരാൻ മാത്രമല്ല, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി ഹൽ തറാ മിൻ ഫുതൂർ, അല്ലദീ ഖലഖ സബഅ സമാവാതിൻ തിബാഖ, സപ്തവാനങ്ങളെ കൃത്യതയോടെ അടുക്കോടെ സൃഷ്ടിച്ചു. എന്നിട്ട് പറയണെന്താ, ഇനി നിങ്ങൾ ചിന്തിക്കുക, എന്നിട്ട് ഈ പ്രപഞ്ച സൃഷ്ടിപ്പിൽ വല്ല ഏങ്കോണിപ്പും വല്ല പോരായ്മയും ഹൽ തറാ മിൻ ഫുതൂർ, നിങ്ങളൊന്ന് ചിന്തിക്ക്. അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഡിസൈനിങ്ങിൽ ചന്ദ്രന് ഇത്ര ലക്ഷം കിലോമീറ്റർ അപ്പുറത്തേക്ക്, സൂര്യന് അതിലും അപ്പുറത്ത് കിലോമീറ്റർ ദൂരത്തേക്ക്, ഇങ്ങനെ ഒരു അവസ്ഥയിൽ പ്രപഞ്ചത്തെ ഈ ഏറ്റുമുട്ടലുകളില്ലാതെ ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചതിനെ പറ്റി പറഞ്ഞിട്ടാണ് പറയുന്നത്. എന്ത്, എന്നിട്ട് വീണ്ടും അവിടെ തന്നെ പറയാണ് ഹൽ തറാ മിൻ സുമ്മർജിൽ ബസറ മറത്തൈനി എങ്കലും ഇലൈക്കൽ ബസറു. നീ അങ്ങനെ ചിന്തിച്ചാൽ നീ കണ്ടെത്താൻ കഴിയില്ല. അതായത് ഇപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ അല്ല, ആധുനിക സയൻസിന് അഭിപ്രായമുണ്ട്, ഇങ്ങനെയല്ല വരേണ്ടിയിരുന്നത്, സൂര്യൻ അവിടെ അല്ല വരേണ്ടിയിരുന്നത്, ചന്ദ്രൻ ഇവിടെ അല്ല വരേണ്ടിയിരുന്നത് എന്ന് ആരും പറഞ്ഞിട്ടല്ലോ ഇതിന്. ഇപ്പൊ നമ്മൾ നോക്കൂ, എംബ്രിയോളജിയെ കുറിച്ച് ഖുർആനിൽ പറയുന്നത് ഭ്രൂണശാസ്ത്രം. പക്ഷെ ഒരിക്കലും ഇതെന്തല്ല ഒരു ഭ്രൂണശാസ്ത്രം പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വചനങ്ങളല്ല അത്. മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിക്കൂ. സൂറത്തുൽ മുഅ്മിനൂനിലാണ് അത് അത്ര കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് സൃഷ്ടിച്ചു, പിന്നെ അങ്ങനെ അതായത് ഒരു രക്തപിണ്ഡം അലക്കത്ത്. ഈ അലക്കത്തിനെ കുറിച്ച് ഇപ്പോഴാണ് ശരിക്കും മനുഷ്യർക്ക് അന്ന് അതിന് മനസ്സിലാവുന്ന ഒരർത്ഥമുണ്ട്. അത് പിന്നെ ഇന്ദ്രിയത്തുള്ളി, പിന്നെ ഒട്ടിപ്പിടിക്കുന്ന ഒരു സാധനം എന്നൊക്കെ ഉള്ളത്. പക്ഷെ ഇന്ന് ആ ക്ലോട്ട്, ആ ക്ലിങ്ങിങ് ക്ലോട്ട് എന്താണെന്നുള്ളത് ആളുകൾക്ക് ഇന്ന് തിരിയും. അതിന് ഡോക്ടർ മോറിസ് ബുക്കായി, അതുപോലെ ജാലൂൽ നജ്ജാറിനെ പോലുള്ള അത്രയും പ്രശസ്തരായ സാഹിത്യകാരന്മാരും ശാസ്ത്രജ്ഞന്മാരും ഒക്കെ അതിനെക്കുറിച്ച് വളരെ മനോഹരമായി വിശദീകരിച്ചിട്ടുണ്ട്. പ്രൊഫസർ കീത്ത് ലൂർ എന്ന് പറയുന്ന ഒരു പ്രൊഫസർ, അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കതിനെ ഈ പറഞ്ഞ ഭ്രൂണശാസ്ത്രം വെച്ചിട്ട് വിശദീകരിക്കാം. പക്ഷെ പടച്ചോൻ അത് പറഞ്ഞത് എന്തിനാ? നിങ്ങൾ മരിക്കും, നിങ്ങൾ ഇങ്ങനെയാണ് സൃഷ്ടിച്ചത്, മരിക്കും, ഇതിനുശേഷം വീണ്ടും ഒരു ലോകം വരാനുണ്ട്. ഇത് പറഞ്ഞിട്ട് നേരെ പോണത് പിന്നെ പ്രപഞ്ചത്തിലേക്കാണ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലേക്കാണ് പോകുന്നത്. സൂറത്തുൽ മുഅ്മിനൂന്റെ ആയത്തുകൾ നോക്കുകയാണെങ്കിൽ. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഇതെല്ലാം ഖുർആൻ പറയുന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ സന്മാർഗത്തിലെത്തണം. അപ്പോൾ ഒരാൾ പറഞ്ഞിട്ട് ഇതൊന്നും ശാസ്ത്രം സത്യം ഇങ്ങനെയല്ല എന്നൊരു പക്ഷേ ഒരാൾ വാദിച്ചാൽ പോലും അത് തെളിയിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള പദപ്രയോഗങ്ങളാണ് ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. ഒരിക്കലും ഈ ഭ്രൂണശാസ്ത്രം വെച്ചിട്ട് ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള വിമർശന പഠനങ്ങൾ നമ്മൾ പഠിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഈ ഖുർആനിലെ പദങ്ങൾ എടുത്തിട്ട് ഇങ്ങനെയല്ല എംബ്രിയോളജി എന്നൊരിക്കലും പറയാൻ സാധിക്കില്ല. അപ്പം അതിൻ്റെ അർത്ഥം ഇത് അതിമാനുഷികമായിട്ടുള്ള ഒരു ഗ്രന്ഥം തന്നെയാണ്. പടച്ചോന് മാത്രമേ ഇങ്ങനത്തെ ഒരു ഗ്രന്ഥം. എന്നെ അത്ഭുതപ്പെടുത്തിയ ഖുർആന്റെ ഒരു ചേർത്തുവെപ്പുണ്ട്. പിന്നെ അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി റബ്ബനാ മാ ഖലഖത. അതായത് പാതിരാത്രി തഹജ്ജുദ് നിസ്കരിക്കുന്നതിനെ പറ്റി ആദ്യം പറയുന്നത്, ഇരുന്നും കിടന്നും അല്ലാഹു അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ എന്നൊരു പാതിരാത്രിയുടെ സുജൂദാണ്, ആത്മീയ അനുഭവമാണത്. എന്നിട്ട് അതിന്റെ കൂടെയാണ് എന്ത്, വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി, ആകാശങ്ങളുടെ സൃഷ്ടിപ്പ്, ഭൂമിയെ സൃഷ്ടിപ്പ്, അങ്ങനെ ചിന്തിക്കുക. എന്നിട്ട് പറയണം, അപ്പോൾ അവൻ പറയും, പടച്ചവനെ നീ ഇതിനെ വെറുതെ സൃഷ്ടിച്ചിട്ടില്ല, മാ ഖലഖത. അപ്പോൾ ആത്മീയ അനുഭവവും പ്രാപഞ്ചിക ചിന്തയും ഇതിലേതിനാണ് പ്രാധാന്യം? ഇതും ഒരേപോലെ ഒരായത്തിൽ ഉൾക്കൊള്ളിച്ചു. അതുകൊണ്ടാണ് നമ്മൾ എന്ത്, ഖുർആൻ ഒരിക്കലും ശാസ്ത്രത്തോട് എന്ത് ചെയ്യില്ല, ഏറ്റുമുട്ടില്ല എന്ന് പറയുന്നത്. അതിനൊരു പോളിസി ഉണ്ട്. ഈ ചിന്തിക്കാനാണ് രണ്ട് ഭാഗങ്ങളെ ശരിക്ക് വിജ്ഞാനത്തെക്കുറിച്ച് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് വെളിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് ഒരു ഇസ്ലാമിക വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തൊക്കെ പഠിക്കലാണ് ഇസ്ലാമിക വിജ്ഞാനം. മറ്റേത് ഭൗതിക വിജ്ഞാനം എന്നാണ് പറയുന്നത്. നമ്മൾ വിശുദ്ധ ഖുർആൻ ഈ ആയത്തിലൂടെ പറയുന്നത് നമ്മൾ എന്ത് പഠിക്കുന്നു എന്നല്ല, എങ്ങോട്ട് എത്തുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഖുർആനും സുന്നത്തും പഠിക്കുന്നത് ഭൗതികമായ താല്പര്യങ്ങൾക്കാണെങ്കിൽ അത് ഇസ്ലാമികമായ വിദ്യാഭ്യാസമല്ല. അതേസമയം നമ്മൾ നേരത്തെ പറഞ്ഞ ഫിസിക്സോ കെമിസ്ട്രിയോ അല്ലെങ്കിൽ ഏതെങ്കിലും സയൻസോ പഠിച്ചിട്ട് നേരെ എത്തുന്നത് പഠിച്ചവൻ്റെ അടുത്തേക്കാണ്. റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തില എന്നുള്ളിടത്തേക്കാണെങ്കിൽ അതാണ് ഇസ്ലാമിക വിജ്ഞാനം. ആ ഒരു സാധനം കൂടി വളരെ കൃത്യമായിട്ട് പറയും. അതുകൊണ്ടാണ് ഖുർആൻ ഇങ്ങനെ വാരി വിതറുന്നത്. ഇൽമ്, നമ്മളെ ഖുർആൻ മോജിസത്താണെന്ന് പറയുന്നത്.
അപ്പോൾ മോജിസത്ത് എന്ന് പറയുമ്പോൾ ഖുർആനിൽ ഏതോ എന്താണ് ഇതുപോലുള്ളത് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ആയത്തുകൾ ഇത്ര സൂറത്തുകൾ കൊണ്ടുവരാനൊക്കെയുള്ള ചലഞ്ചുകൾ ഖുർആനിൽ നമുക്ക് കാണാം. അപ്പോൾ ഇത് ശരിക്ക് നമുക്ക് തോന്നുന്നത് എന്താണ്, ഇതേ ഘടനയിൽ ഏതോ ആളുകൾ അൽഫീലും അമാത്രാക്കം അൽഫീലും എന്നൊക്കെ പറഞ്ഞിട്ട് അതല്ലല്ലോ. അതായത് അക്ഷരങ്ങളും വേർഡുകളും അത് മോജിസത്താണ്. അതിൻ്റെ അപ്പുറം അതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് അത് സയൻസ് ആയാലും ചരിത്രമായാലും അതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു സാധനമാണ് എന്ത് ഇതിൻ്റെ ഒരു ദൈവികത എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് ഇപ്പം നമ്മളിപ്പം ഓരോ സൂറത്തുകളൊക്കെ പഠിക്കുമ്പോൾ ഇപ്പോൾ ഖുർആൻ്റെ വിമർശകർ ഉന്നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, ഇതിനൊരു സ്ട്രക്ചറില്ല. അതായത് ഒരു അധ്യായത്തിൽ തന്നെ ഒരുപാട് സംഗതികൾ പറയുന്നു, അത് അവിടെ കുറച്ച് പറയുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് മൂസാ നബി അലൈഹി ഇസ്ലാമിയുടെ കഥ എടുത്തു നോക്കുക, 70 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പോയിന്റ്, അതായത് ഇതിനൊരു ഓരോ സൂറത്തിനും ഒരു സെൻട്രൽ തീം ഉണ്ടാവും. ആ തീമിനോട് യോജിക്കുന്ന പിന്നെ കഥകളോ അല്ലെങ്കിൽ ചരിത്ര സത്യങ്ങളോ പറയാം. ഇതെന്തുകൊണ്ട് പറയുന്നു ചോദിച്ചാൽ ഇതിനെക്കുറിച്ച് മാത്രം പഠിച്ച മുഫസ്സിറുകളുണ്ട്, ഈ സ്ട്രക്ചറിനെ കുറിച്ച് മാത്രം. ഇപ്പോൾ ഉദാഹരണത്തിന് ഡോക്ടർ ഹമീദുദ്ദീൻ ഫറാഹി, അദ്ദേഹത്തിൻ്റെ ഒരു വളരെ മനോഹരമായ ഒരു ഗ്രന്ഥമുണ്ട് നുലുമുൽ ഖുർആൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച്. അതിൽ അദ്ദേഹം ചെറിയൊരു നമ്മളെ വിശാലമായി പറയാൻ സമയമില്ല, പക്ഷേ ഒറ്റൊരു ഉദാഹരണം പറയാൻ ഇപ്പോൾ ആയത്തുൽ കുർസിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് 9 തീമുകളാണ്, അല്ലെങ്കിൽ 9 സബ്ജക്റ്റാണ് അത് കൈകാര്യം ചെയ്യുന്നത്. ആദ്യത്തെ ആ ഒറ്റ ആയത്താണല്ലോ ആയത്തുൽ കുർസി, ഒറ്റ ആയത്താണ്. അതിൽ ആദ്യത്തെ ഒരു പാർട്ടും പിന്നെ 9ാമത്തെ പാർട്ടും അത് പരസ്പരം ചേർന്ന് നിൽക്കുന്നു. 2ാമത്തെ പാർട്ടും 8ാമത്തെ പാർട്ടും ചേർന്ന് നിൽക്കുന്നു. പിന്നെ 3, 7 അങ്ങനെ അവസാനം 6. ആ നടുക്കെത്തുമ്പോൾ അത് സെപ്പറേറ്റ് ഒരു പോയിന്റ് ആണ്. അതൊരു പുതിയ അറിവാണ്. അതൊരു അത്രക്ക് ശരിക്കത് ഏതാണ് തനാസുബ് അല്ലെങ്കിൽ നിലാമുൽ ഖുർആൻ ഈ പറഞ്ഞ ഒരു സാധനം ശരിക്കും ഇവരൊക്കെ അതായത് ഒലമാക്കൾ പറയുന്നത് ഈ ഖുർആനിലെ സൂറത്തുകൾ എന്ന് പറയുന്നത് ഒരു മാലയിൽ കോർത്ത മുത്തുകളെ പോലെയാണ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം മാച്ചാണ് അത് നാം. എന്നിട്ട് അവർ അൽഫാത്തിഹ വെച്ചിട്ടാണ് തുടങ്ങുക. ഇപ്പോൾ അൽഫാത്തിഹയിൽ പറഞ്ഞു വെച്ച വൈരിൽ മഖ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് പറഞ്ഞ ആ നൃത്യ സാധനമാണ് എവിടെ തുടങ്ങുന്നത്, അൽ ബഖറയിൽ തുടങ്ങി വെക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഓർഡർ. അതുപോലെ തന്നെ എല്ലാ ആയത്തുകളും പരസ്പരം കണക്റ്റഡ് ആണ്, എല്ലാ സൂറത്തുകളും കണക്റ്റഡ് ആണ്. ഒരു സൂറത്തിന്റെ തുടക്കവും ആ സൂറത്തിന്റെ അവസാനവും കണക്റ്റഡ് ആണ്. ആ സൂറത്തിന്റെ അവസാനവും അടുത്ത സൂറത്തിന്റെ തുടക്കവും വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ അത് പറഞ്ഞപ്പോൾ, അതായത് ഇപ്പോൾ ഇസ്രാ നോക്കുക, ഇസ്രാഇന്റെ അവസാനം പറയുന്ന അതേ വാചകമാണ് സൂറത്തുൽ കഹ്ഫ് തുടങ്ങുന്നത്. അൽഹംദുലില്ലാ. അത് ആ ഒരു ശരിക്കും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് പറഞ്ഞത്. താജ് സാഹിബ് പറഞ്ഞ ആയത്തുൽ കുർസിയെ ആ ഒരു 9 ഇതാക്കിയാലോ 1, 9 തമ്മിലുള്ള സത്യത്തിൽ ഖുറാനിലെ ഏറ്റവും മഹത്തായ ആയത്ത് എന്നാണ് ആയത്തുൽ കുർസിയെ പറ്റി പറയുന്നത്. അള്ളമു ആയത്ത് കിതാബില്ല എന്ന് പറയുന്ന ആയത്തുൽ കുർസി മുന്നോട്ട് വെക്കുന്ന ഒരു പ്രമേയമുണ്ട്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം ലാ തൗഖുദുഹു, അള്ളാഹു ഏകനാണ് എന്ന പ്രഖ്യാപനം. എന്നിട്ട് പറയുന്നത് അവന് ഉറക്കമോ മയക്കമോ ലാ തൗഖുദുഹു സിനത്തുൻ വലാ നൗമുൻ എന്ന് പറയുന്നത്. സത്യത്തിൽ ദൈവത്തെ പറ്റിയുള്ള അതുവരെ നിലനിന്ന ഒരു സങ്കല്പത്തെ ചോദ്യം ചെയ്യണം. കാരണം 6 നാളുകളിലായി ദൈവം ആകാശഭൂമികൾ സൃഷ്ടിച്ചു, 7ാം നാളിൽ അവൻ വിശ്രമിക്കാനിരുന്നു എന്നാണ് ചില ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. അപ്പൊ ദൈവത്തിന് വിശ്രമം അപ്പോ അതുകൊണ്ടാണ് അവന് ഉറക്കമില്ല മയക്കം. അപ്പോൾ എന്തുകൊണ്ട് ആയത്തിൽ കുറിച്ച് അതുകൂടി പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ദൈവം സൃഷ്ടിച്ചിട്ട് അവൻ വിശ്രമിക്കാനിരുന്നാൽ പ്രപഞ്ച താളം തെറ്റും. അവൻ ഒരു നിമിഷം പോലും അവൻ ജാഗരൂകനാണ്, അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ലാ തൗഹുദുഹു സിനത്തും വലാ നൗമുൻ ലഹു മാഫിസ എന്ന് പറഞ്ഞുകൊണ്ട് അത് മനോഹരമായ ഒരു ആവിഷ്കാരമാണ്. വിശ്രമം ആവശ്യമില്ല, അവൻ ഉറങ്ങിയാൽ പിന്നെ അതാണ് ശരിക്കും മറ്റേ വലായ ഉദുഹു ഹിഫ്ദുഹുമയോട് അങ്ങനെ അങ്ങനെയാണ് അത് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഹയ്യുൽ ഖയ്യൂം എന്നുള്ളത് അതേപോലെ അലിയുൽ അലീം ആദ്യം അവസാനവും തമ്മിലാണ് അതിന്റെ കണക്ഷൻ. അവൻ എപ്പോഴും ഉണർന്നിരിക്കുമ്പോഴാണല്ലോ നമുക്ക് പ്രാർത്ഥിക്കാനും കഴിയുക. കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ. അതെപ്പോഴാണ് പറയുന്നത്? യസ്അലുഹു മൻ ഫിസ് സമാവാതി വൽ അർദ്. ആകാശങ്ങളിലും ഭൂമിയിലുള്ളവർ അവനോട് യാചിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവൻ എല്ലാ ദിവസവും അപ്പോൾ അവൻ നമ്മൾ രാത്രി സങ്കടപ്പെടും, നമ്മൾ പകല് സങ്കടപ്പെടും. അപ്പോൾ ഉറങ്ങുന്നൊരു ദൈവത്തോട് നമ്മൾ എങ്ങനെ പറയും? അപ്പോൾ ഖുറാന്റെ ആ ചേർത്തുവെപ്പുണ്ടോ, അവനോട് പ്രപഞ്ചത്തിലെ സൃഷ്ടികളൊക്കെ യാചിക്കുന്നു. കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ. അവൻ ഇപ്പൊ സൂറത്ത് റഹ്മാനിലാണല്ലോ അത്. സൂറത്ത് റഹ്മാൻ അതിനെക്കുറിച്ച് ഈ ഹമീദുദ്ദീൻ ഫറാഹിയുടെ പുസ്തകത്തിലുണ്ട്, അതായത് ആ ഗ്രന്ഥത്തിലുണ്ട്.
ഈ സൂറത്തുർ റഹ്മാനും സൂറത്തുൽ വാഖിയ ഇങ്ങനെ പരസ്പരം വെച്ച ഒരു കണ്ണാടി പോലെയാണെന്നാണ്. അതായത് സൂറത്തുൽ വാഖിയയിൽ പറയുന്ന എല്ലാ പോയിന്റുകളും അല്ലെങ്കിൽ ആ 3 വിഭാഗത്തെക്കുറിച്ച് സൂറത്തുർ റഹ്മാനിലും പറയുന്നുണ്ട്. അതുപോലെ അതിൻ്റെ തുടക്കവും അവസാനവും ശരിക്കും, അതായത് സൂറത്തുർ റഹ്മാൻ്റെ തുടക്കം സൂറത്തുൽ വാഖിയയുടെ അവസാനം, അതിൻ്റെ മധ്യഭാഗം സൂറത്തുൽ വാഖിയയുടെ മധ്യഭാഗം, ഇങ്ങനെ ഒരു വളരെ മനോഹരമായ സ്ട്രക്ചർ. ഇത് നമ്മൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനത്തെ ഒരു സൃഷ്ടി നടത്താൻ പടച്ചവനല്ലാതെ പറ്റില്ല. എന്തിന് പടച്ചവൻ അത് അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ, ഇത് അള്ളാഹുവിൻ്റെ വചനമാണ്. ഈ വചനം മനുഷ്യർക്കുള്ള ഉത്ബോധനമാണ്. ജീവിതത്തിൽ ആരെ അനുസരിക്കണം, എന്തിന് അനുസരിക്കണം, അവസാനം നിങ്ങളുടെയൊക്കെ പോക്കങ്ങാട്. ഇതാണല്ലോ മനുഷ്യൻ എപ്പോഴും കുഴക്കിയ ചോദ്യമാണ്. ഞാൻ എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു, അവസാനം എൻ്റെ പരിണതി എന്തായിരിക്കും? അതിന് കൃത്യമായ മറുപടി നൽകുന്നു. അപ്പോൾ ഇത് ഒരു മനുഷ്യനിരുന്ന് എഴുതാൻ തീരുമാനിച്ചാൽ ഇതിൻ്റെ അകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അതാണ് ഇതിൻ്റെ. ഇനിയിപ്പോൾ നമ്മൾ സൂറത്തുകൾ നോക്കുക, സൂറത്തുകളുടെ പേര്. ഇപ്പോൾ സൂറത്തുകളുടെ പേരിനെ കുറിച്ച് നമ്മളെന്താ പറയുക? നമ്മൾ പറയും ഇപ്പോൾ സൂറത്തുൽ ബഖറയിൽ ബഖറിനെ കുറിച്ച് പറഞ്ഞു. ബഖറയെ കുറിച്ച് പറഞ്ഞതുകൊണ്ടല്ല സൂറത്തുൽ ബഖറ ആയത് എന്ന് പറഞ്ഞാൽ ആ സൂറത്തിൻ്റെ മുഴുവൻ തീം അതാണ്. ബനൂ ഇസ്രായേലിൽ ഒരു ബഖറ ഒരു പശു ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് പ്രിയപ്പെട്ട പശുവിനെ കൊല്ലാൻ അള്ളാഹു ആവശ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് വൈദ് ഖതൽതും നഫ്സൻ ഫദ്ദാറതും ഫിഹാ വല്ലാഹു മുഖ്രിജു മാ കുൻതും തക്തുമൂൻ എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഫഖുൽനാ ളരിബൂഹു ബിബഅളിഹ എന്ന് പറയും. അപ്പോൾ കദാലിക യുഹില്ലാഹുൽ മൗത. നിങ്ങൾ സൂറത്തുൽ ബഖറയിലെ എല്ലാ കഥ എടുത്ത് നോക്കി. ഇപ്പോൾ നമ്രൂദും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തമ്മിലുള്ള കച്ചറ, അതിലെന്താ പറയുന്നത്? അന ഉഹ്യി വ ഉമീത്ത് എന്നുള്ളതാണ് മൂപ്പരുടെ പ്രശ്നം. അപ്പോൾ അതിനുള്ള മറുപടിയാണ് അവിടെ കൊടുക്കുന്നത്. പിന്നെ ഉസൈറിൻ്റെ ചരിത്രം, അവിടെയും എന്താണ്? ഔക്കല്ലദി മർറ അലാ ഖറിയത്തിൻ വഹിയ ഖാവിയത്തുൻ അലാ ഉറൂശിഹ. അതും എന്താണ്? തകർന്നതിനെ, മരിച്ചതിനെ ജീവിപ്പിക്കുന്നതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ലാസ്റ്റ് റബ്ബി അരിനി കൈഫ തുഹ്യിൽ മൗത. അതിലുള്ള അതുപോലെ എന്താണ്? ബനൂ ഇസ്രായേലിൽ തന്നെ ഖറജു വഹുമുലൂഫ്, മരണത്തെ ആഗ്രഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു സമൂഹത്തെ മുഴുവൻ മരിപ്പിച്ചിട്ട് ജീവിപ്പിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. എന്ന് പറഞ്ഞാൽ അതിലുള്ള എല്ലാ ചരിത്രവും ശരിക്ക് ആ ബക്കറ മുന്നോട്ട് വെക്കുന്ന, പശുവിൻ്റെ ചരിത്രം മുന്നോട്ട് വെക്കുന്ന പോയിന്റിലാണ് ചെന്ന് നിൽക്കുന്നത്. അതായത് അവരുടെ മനസ്സിൽ കുടിയിരുത്തപ്പെട്ട മറ്റൊരു ദൈവം, ആ ദൈവത്തെ അവരുടെ മനസ്സിൽ നിന്ന് പടിയിറക്കണം. അതുകൊണ്ടാണ് ആ നിറമുള്ള പശു. അപ്പോൾ അതിനെ മൊത്തം കണക്ട് ചെയ്തുകൊണ്ടാണ് അൽ ബക്കറ മൊത്തം പോകുന്നത്. അത് ഇനി ബാക്കിയുള്ളതൊക്കെ ഇപ്പോൾ സൂറത്ത് നംലായാലും അപ്പോൾ അതിലൊരു ഉറുമ്പിനെ കുറിച്ച് പറഞ്ഞു, അതല്ലെങ്കിൽ നെഹൽ അതിനൊരു തേനീച്ചയെ കുറിച്ച് പറഞ്ഞു എന്നുള്ളതല്ല. അത് നമ്മൾ വളരെ ലളിതമായ ഒരു വായനയാണ്. അതായത് ഒരു താജ് സാഹിബും അബ്ദുൽ വാസി സാഹിബൊക്കെ പറഞ്ഞ ഒരു സംഗതി ഉണ്ടല്ലോ. അതായത് അടിസ്ഥാനപരമായി ഖുർആൻ ദൈവത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ദൈവത്തിൻ്റെ ഏകത്വം. ഞാൻ പലപ്പോഴും ഒരു അത്ഭുതത്തോടെ കണ്ട മറ്റൊരു ഖുർആനിലെ ഒരു സൂറത്തിൻ്റെ പേരാണ് സൂറത്തുൽ ഇഖ്ലാസ്. നമ്മൾ ജുസയിൽ അവസാനത്തെ ജുസയിൽ അധ്യായങ്ങളുടെ പേരെടുത്ത് നോക്കൂ. എല്ലാ അധ്യായങ്ങളുടെ പേരുകൾ ആ സൂറത്തിൽ എവിടെയുണ്ട്? സൂറത്തുൽ നാസ്, ഖുൽ ബിറബ്ബിൽ നാസ്, സൂറത്തുൽ ഫലക്, അൽഫീൽ. അതേസമയം സൂറത്തുൽ ഇഖ്ലാസ് എന്ന പേര് ആ അധ്യായത്തിൽ എവിടെയില്ല, എവിടെയുമില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആ സൂറത്തിന്റെ കണ്ടന്റ് ഏകദൈവത്വമാണ്, തൗഹീദാണ്. നബിന് തൗഹീദ് എന്നെങ്കിലും ഇടണ്ടേ? തൗഹീദൊന്നും ഇട്ടില്ല. കലർപ്പില്ലാത്ത ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അതാണ് കളർ എന്ന് പറഞ്ഞാൽ. ലോകത്ത് പറയുമ്പോൾ എല്ലാവരും ഏകദൈവത്വം പറയുന്നുണ്ട്, പരമേശ്വരൻ അല്ലെങ്കിൽ, പക്ഷേ മറ്റൊരു തൃത്വത്തിൽ ഏകത്വം പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഏകദൈവ വിശ്വാസത്തിൽ മായം കലർന്നിരിക്കുകയാണ്. ആ മായം കലരാത്തൊരു തൗഹീദിനെ പറ്റിയാണ് ആ സൂറത്ത് പറയുന്നത്. അതുകൊണ്ടാണ് ആ സൂറത്തിന്റെ പേര് അതിന്റെ ഉള്ളടക്കത്തെ പേരാക്കി എന്നുള്ളതാണ്. ഈ ഉള്ളടക്കം പോലെ പ്രധാനമാണ് ഖുർആന്റെ ഭാഷ. ഖുർആനിലെ ഭാഷയിലെ മോചിതത്തിനെ കുറിച്ച് പറയുമ്പോൾ ഓരോ അക്ഷരവും ഖുർആൻ ഭയങ്കര അത്ഭുതമാണ്. അതായത് മോചിതത്തുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ ഒരു അക്ഷരം പോലും ഖുർആൻ വെറുതെ പ്രയോഗിച്ചിട്ടില്ല. സൂറത്ത് സുമറിലെ ഏറ്റവും അവസാനത്തിലെ നരകം സ്വർഗം അതിലേക്ക് കടക്കുന്നവർ. അപ്പോൾ സ്വർഗവാസികളെ കുറിച്ച് പറയുന്നു, നരകവാസികളെ കുറിച്ച് വസീഖല്ലദീന കഫറു ഇലാ ജഹന്നമ സുമറ ഹത്താ ഇദാ ജാഊഹ ഫുത്തിഹത് അബ്വാബുഹ. അപ്പോൾ സത്യനിഷേധികൾ നരകത്തിലേക്ക് വരുന്നു, അവർ വരുന്നു, സ്വർഗ കവാടം അവർക്ക് തുറക്കപ്പെടുന്നു. നരക കവാടം അവർക്ക് തുറക്കപ്പെടുന്നു. നേരെ തിരിച്ച് സ്വർഗത്തിലേക്ക് എത്തുന്ന സമയത്ത്
വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നത്തി സുമറ ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ. അവിടെ വാവ് വരുന്നു. അപ്പോൾ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാതാക്കൾ ഇതിനെക്കുറിച്ച് പറയുന്നത് സ്വർഗത്തിലേക്ക് ഒരാൾ വരുന്നതും നരകത്തിലേക്ക് ഒരാൾ വരുന്നതും ഒരുപോലെയല്ല. നരകത്തിനത് താല്പര്യമേ ഇല്ലാത്ത കേസാണ്. പക്ഷെ സ്വർഗം നിവൃത്തികേട് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. സ്വർഗം അങ്ങനെയല്ല, കാത്തിരിക്കുകയാണ്. വരുമ്പോഴേക്കും നമ്മളിപ്പോൾ വലിയ മാളിലേക്കൊക്കെ ചെന്നാൽ ഇങ്ങനെ വരുമ്പോഴേക്കും ഇങ്ങനെ ഡോർ ഇങ്ങനെ തുറന്നു വരുന്നത് അത് ശ്രദ്ധിച്ചോ, ഫത്തഹ എന്ന് അല്ല തുറക്കപ്പെടുകയാണ്. സ്വീകരിച്ച് ഇങ്ങനെ ആ വാവ് ഒന്നോടുകൂടി നമ്മൾ വരുമ്പോഴേക്കും അത് തുറക്കപ്പെടുന്നു. ഇത് ഒരു ഒരേ ഒരു അക്ഷരത്തിന്റെ മാത്രമല്ല. ഇപ്പോൾ സൂറത്ത് എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഷൂറയിൽ അള്ളാഹു പറയുന്ന ഒരു കാര്യം, അതായത് വ്യത്യസ്തമായ പ്രവാചകന്മാരുടെ സമൂഹങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് നമ്മുടെ 14-ാമത്തെ ആയത്തിൽ. അപ്പോൾ അതിൽ അവസാനം നമ്മളെല്ലാ പ്രവാചകന്മാർക്കും എന്താണ് ശറാലക്കും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹൻ എന്ന് പറഞ്ഞിട്ട് പ്രവാചകന്മാരൊക്കെ ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാരെ പറഞ്ഞു അൻ അഖീമുദ്ദീന വല തതഫറഖു. അവർക്കൊക്കെ കൊടുത്തിട്ടുള്ള നിർദ്ദേശം നിങ്ങൾ ദീൻ സ്ഥാപിക്കണം, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. ഇത് വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ ലാ തഅ്തസിമു ബിഹബിലില്ലാഹി ജമീഅൻ വലാ തഫറഖു. അവിടെ തതഫറഖു എന്നാണ്, ഇവിടെ തഫറഖു എന്നാണ്. അവിടെ 5 സമൂഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ 5 സമൂഹത്തെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ട് ഒരു കൂടുതൽ കൊടുത്ത്, ഇവിടെ ആകെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ കുറിച്ചാണ് പറയണത്, അവിടെ ഒരു കുറച്ചു കൊടുത്ത്. അപ്പോൾ ഇങ്ങനെയാണ് ഖുർആനിലെ അക്ഷരങ്ങൾ. അത് അങ്ങനെ പറയുമ്പോൾ ശരിക്കും വാസ്തവത്തിൽ ഇപ്പം സൂറത്ത് യൂസുഫ് നമ്മൾ എല്ലാവരും ഒരുപാട് പാഠങ്ങൾ ഇപ്പോൾ ഈ അടുത്തൊക്കെ ധാരാളം സോഷ്യൽ മീഡിയയിൽ അങ്ങനത്തെ സൂറത്ത് യൂസുഫിലെ പാഠങ്ങൾ എന്നിട്ട് ഓരോരുത്തരും അവരവർക്ക് പറ്റുന്ന രൂപത്തിലുള്ള പാഠങ്ങൾ എഴുതിയിട്ടുണ്ട്. അതായത് ഒരു കരിയർ ഗൈഡൻസിൽ എങ്ങനെയാണ് സൂറത്ത് യൂസുഫിൻ്റെ പാഠങ്ങൾ ഉപകാരപ്പെടുക, വേറൊരാൾ മനുഷ്യരുടെ സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവിൽ എങ്ങനെയാണ് ഉപകാരപ്പെടുക. വാസ്തവത്തിൽ എല്ലാറ്റിനും അതിൻ്റെ നിദാനമായിട്ടുള്ളത് ആ പദപ്രയോഗങ്ങളാണ്. അതിൽ ഏറ്റവും മനുഷ്യർക്ക് സമാധാനം നൽകുന്നൊരു പദപ്രയോഗമാണ്. അതായത് എത്ര കഷ്ടപ്പാട് സഹിച്ച ആൾക്കും സമാധാനം നൽകുന്ന ഒരു വർത്തമാനം യൂസുഫ് നബി അലൈഹി സ്വലാം പറയുന്ന ഒരു മനോഹരമായ ഒരു വചനമുണ്ട്. അതെന്ന് വെച്ചാൽ ഇന്നഹു മൻ യത്തഖി വയസ്ബിർ ഫഇന്നല്ലാഹ ലാ യുളീഉ അജ്റൽ മുഹ്സിനീൻ. ആരെങ്കിലും തഖ്വ കാണിക്കുകയും സബർ കാണിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ മുഹ്സിനുകളുടെ പ്രതിഫലം അള്ളാഹു പാഴാക്കുകയില്ല. ആ ഓരോ വാക്കും അവിടെ വളരെ സൂക്ഷ്മമായ പ്രയോഗങ്ങളാണ്. അതിൻ്റെ ഏറ്റവും അത് തന്നെ വേണമെങ്കിൽ നമുക്കൊരു ഒരു മണിക്കൂർ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന വിഷയമാണ്. പക്ഷേ അതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നോമ്പ് തഖ്വക്ക് വേണ്ടിയിട്ടാണെന്നാണല്ലോ പറയുന്നത്. തഖ്വ ജീവിതത്തിലുണ്ടെങ്കിൽ, സബർ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് യാതൊരു സംഗതിയും പേടിക്കേണ്ടാത്ത രൂപത്തിൽ നിങ്ങൾ എന്തൊക്കെ സഹിച്ചോ, ഒരു കിണറ്റിൽ വീണത് മുതൽ, നിങ്ങൾ അടിമച്ചന്തയിൽ വിറ്റത് മുതൽ, ജയിലിൽ നിങ്ങൾ ഒറ്റപ്പെട്ടത് മുതൽ, ആ രാജ്ഞിയുടെ കുതന്ത്രത്തിൽ നിങ്ങൾ രക്ഷപ്പെട്ടത് മുതൽ, അത് ഒക്കെ തന്നെ എന്താണ് പ്രതിഫലം പാഴാക്കപ്പെടാത്ത ഒരു പ്രതിഫലമായിട്ടുണ്ടാവും. മുഹ്സിനായിരിക്കണം നിങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ ഏത് പ്രയാസവും ത്യാഗത്തിനും ഒരു റിസൾട്ട് ഉണ്ടാവും. അത് അതിന്റെ കൂടെ ഖുറാന്റെ മറ്റൊരു പ്രയോഗം ചേർത്ത് നോക്കി ഉണ്ടോ? ഈ ഖുറാൻ കൊണ്ടാണല്ലോ ആദ്യം വിശദീകരിക്കുന്നത്. ഖുറാനിലെ മറ്റൊരായത്തിനെ ഒരായത്തിന് മറ്റൊരായത്ത് കൊണ്ട്. ഇപ്പൊ താജ് സാഹിബ് പറഞ്ഞ ഒരു പോയിന്റിനോ കൂടെ സൂറത്തിൽ ശറയിൽ അല്ലെ ഇന്നമാൾ ഉസിരി യുസ്ര വല്ലാത്തൊരു പ്രതീക്ഷയാണല്ലോ. പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട്. അത് ആവർത്തിച്ച് പറയുന്നത് പ്രയാസത്തിന് ശേഷം അതെ എന്നാണ് ഒപ്പം. അവിടെ ഈ മുഫസ്സിറുകൾ ഒരു വ്യത്യാസം കൂടി പറഞ്ഞു. പ്രയാസത്തിന് ഉസുർ, അതിന്റെ കൂടെ അലിഫ്ലാമ് ഇന്ന അൽ ഉസിരി. പക്ഷെ യുസുറിന്റെ കൂടെ അലിഫ്ലാമ് പ്രയോഗിച്ചിട്ടില്ല. നമ്മൾ അറബിയിൽ മാരിഫ നിക്ര എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. അപ്പോൾ അതായത് ത്യാഗം പിന്നെ പ്രത്യേകമാണ്, അത് പരിമിതിയുണ്ട് അതിന്. അതേസമയം പ്രയാസങ്ങൾക്ക് അതേസമയം കിട്ടാൻ പോകുന്ന റിസൾട്ടിന് എന്തില്ല, പരിമിതിയില്ല. അവിടെ അലിഫ്ലാം പ്രയോഗിച്ചിട്ടില്ല. അതിന്റെ റിസൾട്ട് ധാരാളമാണെന്നുള്ളതാണ്. ഇന്നമാൽ ഉസിരി യുസ്ര, ഇന്നമാൽ ഉസിരി യുസ്ര. അപ്പോൾ പ്രയാസത്തിന്റെ കൂടെ അലിഫ്ലാം പ്രയോഗിച്ചു, എളുപ്പം എന്ന വാക്കിന്റെ കൂടെ അലിഫ്ലാം പ്രയോഗിച്ചില്ല. അതിനർത്ഥം വിശാലമാണെന്നുള്ളത്. എന്താ ദുൽഖർനൈൻ ഉണ്ടാക്കിയിട്ടുള്ള അണക്കെട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആ അണക്കെട്ട് യജൂജിനെയും മഅജൂജിനെയും പ്രതിരോധിക്കാനുള്ള അണക്കെട്ടാണ്. അപ്പോൾ ഫമസ്താഉ അൻ യദ്ഹറൂഹു വമസ്തതാഉ ലഹു നഖബ. അപ്പോൾ അണക്കെട്ട് മതില്
പിടിച്ച് കയറാൻ അവർക്ക് സാധിച്ചില്ല, അത് കുഴിക്കാൻ അല്ലെങ്കിൽ ഓട്ട തുളക്കാനും സാധിച്ചില്ല. അപ്പോൾ പിടിച്ച് കയറുക എന്നുള്ളിടത്ത് ഇസ്താ എന്നാണ്, എന്നാൽ ഓട്ട തുളക്കുക എന്നുള്ളിടത്ത് ഇസ്തത്താ എന്നുള്ളതാണ്. അതിന് മുഫസ്സിറുകൾ പറയുന്നത് അവിടെ ഒരു താവ് കൂടുതൽ വന്നത് കുത്തി തുളക്കണമെങ്കിൽ എന്ത് വേണം? പവർ വേണം. അതിന് താവ് അവിടെ കൂടുതൽ കൊടുത്ത്. പിടിച്ച് കയറണമെങ്കിലോ കനം കുറയണം, അവിടെ താവ് കുറഞ്ഞു. എന്ത് മനോഹരമാണ് ഖുർആന്റെ പ്രയോഗം. ഓരോ സൂറത്ത് കഹ്ഫിൽ തന്നെ ഇതുപോലുള്ള വേറെയും കുറേ സാധനങ്ങളുണ്ട്. അതുപോലെ തന്നെ ഖുർആൻ പ്രയോഗിച്ച പദപ്രയോഗങ്ങൾ ഇന്ന ഔ ഇയ്യാക്കും ല അലാ ഹുദൻ ഔ ഫി ളലാലിൻ മുബീൻ. ഇതര മതസ്ഥരോടുള്ള സംവാദത്തിൻ്റെ രീതിയാണ്. അപ്പോൾ നമ്മൾ സാധാരണ സംവാദം നടത്തൽ എങ്ങനെയാണ്? നമ്മളാണ് ശരി എന്ന് പറയേണ്ടത്. വിശുദ്ധ ഖുർആൻ പറയുന്നത് സംവാദം തുടങ്ങേണ്ടത് ഇന്ന ഔ ഇയ്യാ, കാരണം മുൻധാരണയോട് കൂടിയിട്ടല്ല എന്ത് വരേണ്ടത്? സംവാദത്തിലേക്ക് വരേണ്ടത്. ഒന്നുകിൽ നമ്മൾ അല്ലെങ്കിൽ നിങ്ങൾ. ല അലാ ഹുദൻ ഔ ഫി ളലാലിൻ മുബീൻ, ഒന്നെങ്കിൽ സന്മാർഗത്തിൽ അല്ലെങ്കിൽ ദുർമാർഗത്തിൽ. അപ്പോൾ അവിടെ സന്മാർഗം ദുർമാർഗം പറഞ്ഞപ്പോൾ സന്മാർഗത്തിൻ്റെ പിന്നിൽ അല എന്നാണ് പറഞ്ഞത്, എന്നാൽ ദുർമാർഗത്തെ കുറിക്ക് ഫി എന്നുള്ളതാണ്. അപ്പോൾ ഭാഷയിൽ വളരെ ബേസിക് ആയ നോളജാണ് എന്ത്? അല എന്നുള്ളത് ടോപ്പിനെ കുറിക്കാനാണ്, ഉയർച്ചയെ കുറിക്കാനാണ്. എന്നാൽ അതേസമയം ഫി എന്നുള്ളത് ആഴത്തെ കുറിക്കാനാണ്. അപ്പോൾ ദുർമാർഗം എന്ന് പറയുന്നത് ഒരാളെ എന്താണ് തള്ളിയിടുകയാണ് താഴേക്ക്. അതേസമയം സന്മാർഗം എന്ന് പറയുന്നത് ഒരാളെ ഉയർത്തുകയാണ്. അതോടെ ഈ കഥ പറയുന്നിടത്തെ അതുകൊണ്ട് പറയട്ടെ, അതായത് സ്റ്റോറി ടെല്ലിങ്. ഈ സ്റ്റോറി ടെല്ലിങ്ങിനെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അത് ഇപ്പോൾ സൂറത്തുൽ കഹ്ഫ് നമ്മൾ വെള്ളിയാഴ്ച എല്ലാവരും പാരായണം ചെയ്യുന്ന സൂറത്താണ്. ഈ സൂറത്തുൽ കഹ്ഫിൽ ഗുഹാവാസികൾ എത്ര പേരുണ്ടായിരുന്നു? അതൊരു വിഷയമല്ല ഖുർആൻ, കാരണം ആ വിഷയമാക്കാൻ പാടില്ല എന്ന് തന്നെ ഖുർആൻ പറഞ്ഞു. സയഖൂലൂന സലാസത്തുൻ റാബിഉഹും കൽബുഹും യഖൂൽ. അതായത് ഈ എണ്ണത്തിൽ നിങ്ങൾ തർക്കിച്ചുകൊണ്ടിരിക്കരുത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ആ പോയിന്റിലേക്ക് എത്തിയാൽ ഇതൊരു ഗൈഡൻസ് ആണ്. ഈ ഗൈഡൻസിന് വേണ്ട എത്രമാത്രം പറയണോ അത്രേ പറയുന്നുള്ളൂ. അപ്പോൾ ശരിക്കും ആ രാജാവിൻ്റെ പേര് പറയാം, ഗുഹാവാസികളുടെ എണ്ണം പറയാം, അവരുടെ പേര്. ഇപ്പം മറ്റ് പല വേദഗ്രന്ഥങ്ങളിൽ നിന്ന് ഖുർആനെ വ്യത്യസ്തമാക്കുന്ന അതാണ്. ഒരു കഥ, ആ കഥ പറഞ്ഞിട്ട് അതിൻ്റെ പിന്നെ ഒരു നറേറ്റീവ് സ്റ്റൈലിൽ സീക്വൻസ് ആയിട്ട് ക്രൊണോളജിക്കൽ ഓർഡറിൽ ഇതൊന്നും പറയുന്നില്ല. ഇതൊരു വിമർശനമായിട്ടാണ് ഖുർആന്റെ വിമർശകർ കാണുന്നത്. പക്ഷേ ഇത് ഖുർആന്റെ ഏറ്റവും വലിയൊരു ബലമാണ്, ഒരു ശക്തിയാണ്. എന്ന് പറഞ്ഞാൽ അതിലൂടെ കിട്ടുന്ന സന്മാർഗം, അതാണ് അൾട്ടിമേറ്റ് പർപ്പസ്. എന്ത് കാര്യത്തിനും ഒരു പർപ്പസ് വേണമല്ലോ. ആ പർപ്പസിലേക്ക് നമ്മൾ എത്തിക്കുന്ന കഥ, പർപ്പസിലേക്ക് നമ്മൾ എത്തിക്കുന്ന ചരിത്രം, അതിലേക്ക് എത്തിക്കുന്ന ശാസ്ത്ര സൂചനകൾ, അതിലേക്ക് എത്തിക്കുന്ന പ്രവചനങ്ങൾ, അതിലേക്ക് എത്തിക്കുന്ന ഭാഷാപ്രയോഗങ്ങൾ. ഭാഷയ്ക്ക് വേണ്ടി, ഭാഷാ സൗന്ദര്യത്തിന് വേണ്ടി ഖുർആൻ ഭാഷ ഉപയോഗിച്ചിട്ടില്ല. സാഹിതീയമായിട്ടുള്ള ഒരു ഔന്നിത്യത്തിന് വേണ്ടി ഖുർആൻ സാഹിത്യ പ്രയോഗങ്ങൾ നടത്തിയിട്ടില്ല. അത് വേർതിരിച്ച് മനസ്സിലാക്കേണ്ട ഒരു. അതുകൊണ്ട് ഈ മനുഷ്യൻ ദൈവത്തെ മറക്കുന്നതിലൂടെ അവൻ ദൈവത്തോടല്ല അനീതി കാണിച്ചിരിക്കുന്നത്, അവനെ തന്നെ വിസ്മരിച്ചു പോകും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യാഘാതമായിട്ട് ഖുർആൻ പറയുന്നത്. വലാ തക്കൂനും കല്ലദീന നസുല്ലാഹ അൻസാഹും അൻഫുസഹും. കാരണം നമ്മളെ ദൈവത്വവുമായി ബന്ധിപ്പിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ അസ്തിത്വം, നമ്മുടെ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യമൊക്കെ നമ്മൾ തിരിച്ചറിയാം. അപ്പോൾ ദൈവ വിസ്മൃതിയിലൂടെ, ദൈവത്തെ മറക്കുന്നതിലൂടെ നാം നമ്മെ തന്നെ എന്ത് ചെയ്യുകയാണ്? മറക്കുകയാണ്. അപ്പോൾ നിങ്ങളെ മറക്കാതിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് അക്രമം ചെയ്തവരെ, എൻ്റെ അടിമകളെ, നിങ്ങൾ എന്ത് ചെയ്യരുത്? അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാകരുത്. അപ്പോൾ എന്നോട് അനീതി കാണിച്ചു എന്നുള്ളതല്ല, ദൈവത്തോട് അക്രമം കാണിച്ചു എന്നുള്ളതല്ല, നിങ്ങളോട് തന്നെ. അപ്പൊ എൻ്റെ അടിമകളെ എങ്ങനെയുള്ള സ്വന്തത്തോട്. അപ്പൊ ഒരാൾ മദ്യപിച്ചാൽ അതിന്റെ പ്രത്യേകത ദൈവത്തിനല്ല, അവനാണ്. ഖുർആനിലെ പദങ്ങളും ഇതുപോലെ ഒരു വൻ അത്ഭുതമാണ്. എന്ന് പറഞ്ഞാൽ വമ്പിച്ച ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രൂപത്തിലാണ് ഖുർആൻ പദങ്ങളൊക്കെ ചൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഖുർആൻ ഹിബ്തൊത്ത് എന്നുള്ളൊരു പദം പറയും, അൻ തഹ്ബിത്തു അഅ്മാലുക്കും എന്ന് പറയുന്ന ഒരു സാധനം. അപ്പോൾ ഈ ഹിബ്തൊത്ത് എന്ന് പറയുന്നത് ഒട്ടകങ്ങളെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. എന്ന് പറഞ്ഞാൽ നല്ല വയറ് നിറയെ ഭക്ഷണമൊക്കെ കഴിച്ച് അവസാനം ഏതെങ്കിലും ഒരു വിഷപ്പുല്ല് കഴിച്ചിട്ട് അത് വയറിങ്ങനെ വീർത്ത് പൊട്ടി വരിക്കും. എന്ന് പറഞ്ഞാൽ അതുപോലെ ഉണ്ടാക്കിയിട്ടുള്ള ഭക്ഷണവും ജീവിതവും ഒക്കെ ആരോഗ്യമൊക്കെ അതോടുകൂടി നശിച്ചു പോകും. അപ്പോൾ അതേ പ്രയോഗമാണ് ചില പാപങ്ങൾ. നമ്മളൊരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ടാവും, ആ നന്മകളൊക്കെ പൊട്ടിച്ച് കളയുന്ന പാപങ്ങൾ. അതിനെ കുറിക്കാനാണ് ഖുർആൻ. അത് ഇപ്പോൾ യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതക്കും ഫൗഖ സൗത്തിൻ നബി എന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അത് ഒരു വലിയ പ്രശ്നമാണ്. റസൂൽ എന്ന് പറഞ്ഞാൽ ആദരിക്കപ്പെടേണ്ടതാണ്. എന്നിട്ട് അവസാനം അൻ തഹ്ബിത്തു അഅ്മാലുക്കും, ആ ചെയ്യുന്നത് നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയതൊക്കെ പൊളിച്ചുകൾ. അപ്പോൾ ഇത് ആ കേൾക്കുന്ന ആൾക്ക് ആ ഒട്ടകത്താണ്ട് മനസ്സിൽ കണ്ടാൽ
വളരെ കൃത്യമായിട്ട് തോന്നും. അതുപോലെ തന്നെ ഖുർആൻ ഫത്തീല്, നഖീർ, തെത്തുമീർ, അതായത് ഈത്തപ്പഴവുമായി ബന്ധപ്പെട്ട വലാ യുദ്ലമൂന ഫത്തീല, വലാ യുദ്ലമൂന നഖീറ. അപ്പോൾ ഫത്തീൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുരുവിലുണ്ടാകുന്ന നാരിനാണ് എന്ത് പറയുക, ഫത്തീൽ എന്ന് പറയുക. എത്രയോ സിമ്പിളായ ചെറിയൊരു സാധനമാണ്. അതുപോലെ അതിലുണ്ടാകുന്ന പുള്ളിക്കാണ് തിത്മീർ, അതുപോലെ അപ്പുറത്ത് നഖീർ എന്നൊക്കെയുള്ള പരാമർശങ്ങളൊക്കെ നടത്തുന്നത്. അപ്പൊ ഇതാണ് കേൾക്കുമ്പോ അത്രയും സൂക്ഷ്മതലത്തിൽ ഞാൻ നിങ്ങളോട് അനീതി കാണിക്കില്ല. ഇപ്പൊ അതുപോലത്തെ ഒരു പ്രയോഗമാണ് അഖ്ല്. ഇപ്പൊ അഫലായ അഖ്ലൂൻ സാഹിബ് പറഞ്ഞല്ലോ, ഈ അഖല് എന്ന് പറഞ്ഞാൽ ശരിക്കും കെട്ടിയിടുക എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാല് അതുകൊണ്ടാണ് ഒട്ടകത്തെ കെട്ടുന്ന കയറിന് ഇഖാല്, അത് തന്നെയാണ് അറബികൾ ഇന്ന് തലയിൽ കെട്ടുന്നത്. അപ്പോൾ യഖ്ലൂൻ എന്ന്, പക്ഷെ അതെങ്ങനെ ബുദ്ധിക്ക് പറഞ്ഞു, അതായത് ബുദ്ധി കെട്ടിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും അകത്തേക്ക് കയറൂല, ആ കെട്ടഴിച്ചു വിടണം. അതുകൊണ്ടാണ് യഖ്ലൂൻ, നിങ്ങളുടെ ബുദ്ധിയെ കെട്ടഴിച്ചു വിടണം, ആ കെട്ട് പൊട്ടിക്കണം എന്നർത്ഥത്തിൽ. അപ്പൊ അത് പൊട്ടിക്കുമ്പോഴാണ് നിങ്ങളുടെ തലയുടെ അകത്തേക്ക് എന്തെങ്കിലും കയറുള്ളൂ എന്നർത്ഥം. വേറൊരു അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പറഞ്ഞേക്കണേ, നിങ്ങൾ ബുദ്ധിയെ കെട്ടിയിടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ, എല്ലായിടത്തേക്കും പായാതെ പരക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോക്കസ്ഡ് ആയിട്ട് കെട്ടിയിടണം. എന്നാലും ആ അർത്ഥം ശരിയാണ്. എന്ത്, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയെ ഈ വിഷയത്തിലേക്ക് കേന്ദ്രീകരിച്ച് അവിടെ കെട്ടിയിടണം. അപ്പോൾ കെട്ടിയിടുക എന്നുള്ളൊരു പദവുമായി ബന്ധപ്പെടുത്തി ബുദ്ധിയെ പ്രയോഗിക്കുന്നു. അത് ഒരുപാട് പദങ്ങൾ അങ്ങനെ. ഇപ്പോൾ നമ്മൾ മുറാദിഫാത്ത് അല്ലെങ്കിൽ മുത്തറാദിഫ് എന്നൊക്കെ പറയുന്ന സാധനം ശരിക്ക് സിനോണിമസ് അല്ല. നമുക്കിപ്പോൾ മഗ്ഫിറത്ത് അല്ലെങ്കിൽ അഫൂവ്, ഒരാൾ എന്താണ് അഫുവിനെ തേടുക എന്ന് പറയുന്നത്, അള്ളാഹു മിന്നക അഫുവൻ തേടുക. അപ്പോൾ ഇത് മഗ്ഫിറത്ത് പറഞ്ഞാൽ ഒരാളുടെ പാപം നമ്മൾ പുറത്ത് വരും. ഇപ്പോൾ നിങ്ങൾ എന്നോട് തെറ്റ് ചെയ്തിട്ട് ഞാൻ അത് വിട്ടുവീഴ്ച ചെയ്തു, പക്ഷെ നമ്മളുടെ സ്വഭാവം എന്താ, ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയാം, എന്നാലും താജ് സാഹിബ് അത് ചെയ്തല്ലോ എന്നോട്, അത് പറയാൻ പറ്റില്ല. മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ അതോടുകൂടി ഞാനത് മറച്ചു വെച്ചു. ഗഫറ എന്ന് പറഞ്ഞാൽ ശരിക്ക് മറച്ചു വെക്കുക എന്നുള്ളതാണ് അർത്ഥം. അതാണ് മഗ്ഫിറത്ത്. എന്നാൽ അഫു എന്ന് പറഞ്ഞാൽ അതായത് നിങ്ങൾക്ക് മനസ്സിൽ വിഷമമുണ്ട്, നിങ്ങൾ മറച്ചു വെച്ച് ആരോട് പറഞ്ഞൊന്നുമില്ല, പക്ഷെ നിങ്ങളുടെ മനസ്സിൽ വിഷമമുണ്ട് അപ്പോഴും, അതാണ്. പക്ഷെ അതേസമയം അഫു എന്ന് പറഞ്ഞാൽ ആ വിഷമവും നീക്കുന്നതാണ്. അഫ എന്ന് പറഞ്ഞാൽ ശരിക്കും മരുഭൂമിയിൽ മണൽക്കാറ്റടിച്ചിട്ട് ഈ അതിലുള്ള കാൽപ്പാടുകൾ അതൊക്കെ ഇങ്ങനെ മാഞ്ഞിങ്ങനെ ക്ലീനായിട്ട് കിടക്കില്ലേ, അതിനാണ് അഫ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ മനസ്സിൽ പിന്നെ അതിൻ്റെ ഒരു പോറലോ ഇല്ല. നമുക്കൊക്കെ പുറത്തു കൊടുക്കലാണ് ഖുർആൻ പ്രയോഗിക്കുന്നത്. ഖുർആനിലെ അപ്പോൾ ഓരോ പ്രയോഗത്തിന്റെ വൈബാണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലെ ഒരു വിസ്മയകരമായ ഒരു പ്രയോഗമാണ് വലാ തഖുൽ ലഹുമാ ഉഫിൻ. അതായത് മാതാപിതാക്കളോട് ഛേ എന്ന് പോലും പറയരുത് എന്ന് പറഞ്ഞാൽ സാധാരണ നിലയിൽ മനുഷ്യൻ സഹജമായി അനിഷ്ടം പ്രകടിപ്പിക്കുന്ന ഒരു വാക്കെന്താ, അത് വന്നു പോണ. അതുപോലും മാതാപിതാക്കളുടെ കാര്യത്തിൽ നിങ്ങൾ കാണിച്ചിരുന്നു പോകരുത് എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിന് ശേഷം മനുഷ്യൻ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് ആരോടാണ്. അപ്പൊ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നിട്ട് ഒരു സഹാബി ചോദിക്കുന്നുണ്ടല്ലോ, മൻ അഹഖു ബി ഹുസ്നി സഹാബത്തി, ഞാൻ ഏറ്റവും കടപ്പെട്ടത് ആര്, ഉമ്മയാണ്. പിന്നെ ആര്, രണ്ടാമത് ചോദിക്കുന്ന ഉമ്മയാണ്. സുമ്മമൻ, പിന്നെ ആരാണ് നബിയെ, മൂന്നാമത് ചോദിക്കുമ്പോ ഉമ്മ, അത് ഉമ്മ തന്നെ. നാലാമത് ചോദിച്ചപ്പോ പറഞ്ഞു അബൂക്ക നിന്റെ പിതാവ്. എന്ന് പറഞ്ഞാൽ ഒന്നാം സമ്മാനവും രണ്ടാം സമ്മാനവും മൂന്നാം സമ്മാനവും ഉമ്മാക്ക് കൊടുത്തു, പിതാവിന് കൊടുത്തത് പ്രോത്സാഹന സമ്മാനമാണ്. 3 സമ്മാനം ഉമ്മ കൊണ്ടുപോയി. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഖുർആൻ ഹമലത്തുഹു ഉമ്മുഹു, 3 കാര്യമാണ്. അത് ഖുർആനിൽ നിന്നാണത്. ഒന്ന് ഗർഭധാരണ ത്യാഗം, ആ പ്രസവത്തിന്റെ വേദന, 2 വർഷം മുലയൂട്ടിയത്. ഈ 3 സംഗതിയാണ് എന്താ വസീനൽ ഇൻസാൻ ബി വാലിദൈഹി. അപ്പോ ഈ നമ്മുടെ സമൂഹത്തിൽ ഓരോ പദവും ഈ നവനാസ്തികർ പറയുന്നുണ്ടല്ലോ ചില, ഒരു നല്ല വചനം പോലും ഖുർആനിൽ. അത് യഥാർത്ഥത്തിൽ മാതാപിതാക്കളെ ചേർത്ത് പിടിക്കുന്ന വിഷയത്തിൽ ഖുർആൻ മുന്നോട്ട് വെച്ചിട്ടുള്ള അതിന്റെ കൽപ്പനകള്, അതിന്റെ നിർദ്ദേശങ്ങള്, അതിലേറ്റവും നമ്മളൊക്കെ ആകർഷിച്ചതാണ് എന്ത്, അതിൽ തന്നെ വളരെ അതുപോലെ ചില പദപ്രയോഗങ്ങൾ നമ്മളിപ്പോൾ ഒരു മാനുഷികമായ സംഭാഷണത്തിൽ വരുന്ന കാര്യങ്ങളാണ് എന്ന് നമ്മൾ തോന്നുന്ന പോലും ഖുർആൻ വളരെ സൂക്ഷ്മമായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നിങ്ങൾ ഈ യത്തീം മക്കളുടെ സ്വത്ത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ അവർക്ക് പ്രായപൂർത്തി എത്തിയാൽ കൊടുക്കണം എന്നാണ് നമ്മൾ സാധാരണ പറയാം, അല്ലെങ്കിൽ അവരൊരു കുറച്ച് ബുദ്ധിയുള്ളവരായ. പക്ഷെ ഖുർആൻ പ്രയോഗിച്ച് റുഷ്ദ് എന്ന് പറഞ്ഞാൽ ദക്കാ അല്ല,
ബുദ്ധിയല്ല, ബുദ്ധിയുള്ള ആൾക്ക് ചിലപ്പോ വിവേകമാണ്. വിവേകം ഉണ്ടാവില്ല. ബുദ്ധി, ഒരുപാട് പേർക്ക് ബുദ്ധി ഉണ്ടാവും, പക്ഷെ അവർ പ്രയോഗിക്കുന്ന അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റമൊക്കെ ആ പ്രയോഗം വളരെ സൂക്ഷ്മമാണ്. കാരണം അതേ പ്രയോഗമാണ് ഈ ഗുഹാവാസികൾ അവരുടെ ഗുഹയിൽ കയറുമ്പോൾ പ്രയോഗിക്കുന്നത്. റബ്ബന ആതിനാ മിൻ ലദുൻക റഹ്മത്തൻ വഹയ്യി ലനാ മിൻ അംരിനാ റഷദ എന്ന് പറയും. റുഷ്ദ് റഷദ് ഏറെക്കുറെ സെയിമാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് റഷീദ് ആ ഗുഹയിൽ കയറുമ്പോൾ ഒറ്റ പ്രാർത്ഥനയാണ് പഠിച്ചോട് പ്രാർത്ഥിക്കുന്നത്. ഒന്ന് റഹ്മത്ത് വേണം, നിന്റെ ഭാഗത്തു നിന്നുള്ള കാരുണ്യം വേണം. രണ്ടാമത്തത് ഞങ്ങൾ എന്താണോ തീരുമാനിക്കാൻ പോകുന്നത് അതിലൊരു മെച്യൂരിറ്റി, അതിലൊരു വിവേകം വേണം. അതാണ് റുഷ്ദും ദക്കാവും തമ്മിലുള്ള വ്യത്യാസം. ദക്ക എന്ന് പറഞ്ഞാൽ ഇന്റലിജൻസ് ആണ്, ബുദ്ധിയാണ്. പക്ഷെ റുഷ്ദ് ആ ബുദ്ധി പ്രയോഗിക്കേണ്ടടുത്ത് പ്രയോഗിക്കേണ്ട രൂപത്തിൽ പ്രയോഗിക്കുക, അതാണ് റുഷ്ദ്. ഈ പദങ്ങൾ മാത്രമല്ല, പദങ്ങളുടെ ഘടന എന്നുള്ളത് വളരെ ഒരു സുപ്രധാനമായ സംഗതിയാണ്. അപ്പോൾ നമ്മൾ സാധാരണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അപ്പോൾ റഹ്മാൻ റഹീം എന്നുള്ളത് നമ്മൾ അതിന് മലയാളത്തിൽ അർത്ഥം പറഞ്ഞു. ഒന്ന് പരമകാരുണികൻ, ഒന്ന് കരുണാവാരിൻ. ഇതെന്താ സാധനം എന്ന് വെച്ചാൽ ആർക്കും അറിയില്ല. ശരിക്കും അങ്ങനെ രണ്ടും വ്യത്യാസം എന്താണ്? ഒന്ന് റഹ്മാനാണ്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഫഅലാൻ വസ്നാണ്. അതിൻ്റെ ഒരു പ്രത്യേകത, ഒരു ആശയം ഇങ്ങനെ നിറഞ്ഞ് തുളുമ്പി എല്ലായിടത്തേക്കും എത്തുന്നതിനാണ്, ഇങ്ങനെ പരന്നൊഴുകുന്നതിനാണ് എന്ത് പറയാ ഫഅലാൻ വസ്ന പ്രയോഗിക്കുക. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സിനാ പർവ്വതത്തിൽ നിന്ന് മടങ്ങിയ ഫലമ്മാ റജഅ മൂസ ഇലാ ഖൗമിഹി ഖൗബാന ആസിഫ, അതാണ് കണ്ടിട്ട് പശുക്കുട്ടിനെ ആരാധിക്കുന്ന പൊട്ടിത്തെറിച്ച്. അതാണ് ശരിക്ക് റഹ്മാൻ എന്നുള്ള എന്നതിനേക്കാൾ ഒരു ഇതുണ്ട്. അപ്പോ ശരിക്ക് അള്ളാഹിന്റെ കാരുണ്യം, നമ്മൾ സാധാരണ പറയുന്നത് എല്ലാവർക്കും എത്തുന്ന കാരുണ്യം അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കൊക്കെ എത്തുന്ന കാരുണ്യം, അതിന്റെ അസില് എന്ന് പറയുന്നത് ഇത് പരന്നൊഴുകുന്ന കാരുണ്യമാണ്. അതാണ് റഹ്മാൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലായിടത്തേക്കും അതെത്തും. ആ കാരുണ്യം എത്താത്ത ഒരു ജീവിയും ദുനിയാവിലില്ല, ഉണ്ടാവില്ല. പക്ഷെ റഹീം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരാളടുത്ത് നല്ല കാശൊക്കെ ഉണ്ടാവും, അതായത് ഒഴുകുന്ന കാശ് എന്ന് പറയും. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ അയാൾ ദാരിദ്ര്യമായിരിക്കും. പക്ഷെ അള്ളാഹുവിൻ്റെ ഈ റഹ്മത്ത് ഒരു കാലത്തും നിലച്ചു പോവില്ല എന്ന് പറയുന്ന സാധനമാണ് റഹീം എന്ന് പറയുന്നത്. റഹീം എന്ന് പറഞ്ഞാൽ അലാ വസ്നി ഫഈൽ എന്നാണ്. അതിൻ്റെ ആഴത്തിനെ കുറിക്കുന്ന, ആഴവും പരപ്പുമാണ് റഹ്മാനു റഹീം. ആഴത്തെ കുറിക്കുന്ന സാധനമാണ് എന്ത്? റഹീം എന്ന് പറഞ്ഞാൽ ഒട്ടേറെ ഉണ്ട്, നിറഞ്ഞൊഴുകുന്ന റഹ്മത്തി വസിയാത്ത് കുലശി എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. അതേസമയം അതിൻ്റെ ആഴത്തെ കുറിക്കുന്ന സാധനമാണ് റഹീം. ഈ റഹ്മാൻ റഹീം എന്നുള്ള പദം തന്നെ, റഹം എന്ന പദമാണല്ലോ അതിൻ്റെ തുടക്കം. ഒരു ഗർഭപാത്രം, അതായത് ഒരു ഗർഭപാത്രത്തിൽ ഒരു പൈതൽ, പിഞ്ചു പൈതൽ എങ്ങനെ അവൻ ചോദിക്കാതെ, അവൻ ആവശ്യപ്പെടാതെ, അവൻ അറിയാതെ, അവൻ എങ്ങനെയാണോ ഒരു കെയറും പിന്നെ എല്ലാം ലഭിക്കണമല്ലോ, എല്ലാ ഫുഡും കെയറും അക്കോമഡേഷനും അതും വളരെ കംഫർട്ടബിൾ, അവൻ എന്ത് ചെയ്താലും പ്രശ്നം. ഇതേ കാരുണ്യമാണ് അള്ളാഹുവിൻ്റെ എന്നുള്ളതാണ്. അതായത് നമ്മൾ ചോദിക്കാതെ, നമ്മളറിയാതെ, നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ മതിയല്ലോ അത് നമുക്ക് തിരിയാൻ. നമ്മളുടെ ഹൃദയം എത്ര ധിക്കരിച്ചാലും, എത്ര പടച്ചവനെ എത്ര വലിയ ധിക്കാരിയായിട്ട് നടക്കുന്നതിൻ്റെ ഹൃദയവും മിടിക്കുന്നുണ്ട്. കാരുണ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് ചേർത്തുകൊണ്ടുള്ള ഒരു ഹദീസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിൽ ഇങ്ങനെ ബന്ദികളുണ്ട്. അപ്പോൾ ആ ബന്ദികളുടെ കൂട്ടത്തിൽ ഒരു ചെറിയ കുട്ടിയുണ്ട്. അപ്പോൾ ഒരു സ്ത്രീ ആ കുട്ടിയുടെ അടുത്തേക്ക് ഇങ്ങനെ ഇഴഞ്ഞു പോവുക. അപ്പോൾ റസൂൽ സഹാബാക്കളോട് ചോദിച്ച്, അല്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ സ്ത്രീ അതിൻ്റെ കുഞ്ഞിനെ തീയിലെറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ത്വാരിഹാത്തിന് വലദഹ ഫിന്നാർ. അപ്പോൾ പറഞ്ഞു ഇല്ല റസൂലാണ്. അപ്പോൾ റസൂൽ അവരോട് സഹാബാക്കളോട് പറയാം, ലല്ലാഹു അർഹമു ബി ഇബാദിഹി മിൻ ഹാദിഹി ബി വലദിഹ എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് പരിചിതമായ കാരുണ്യത്തിൻ്റെ മൂർത്ത രൂപം എന്ന് പറയുന്നത് ഒരു മാതാവ് കുഞ്ഞിനോട് കാണിക്കുന്ന കാരുണ്യമാണ്. ഗർഭപാത്രത്തിൽ നേരത്തെ പറഞ്ഞ ആ ഒരു സാധനം, അവിടുന്ന് ആ ഒരു ബന്ധമുണ്ട്. പക്ഷെ അതിനേക്കാൾ എവിടെയാണ്, മുകളിലാണ് അള്ളാഹു എന്ന് പറയുന്ന സാധനമാണ് റഹ്മാന് റഹീം എന്ന് പറയുന്നത്. അള്ളാഹു അവൻ്റെ ഒന്നാമത്തെ നാമമായി എടുത്ത റഹ്മാൻ. അപ്പോൾ നമ്മുടെ വിഷയവും ഖുർആൻ തന്നെയാണല്ലോ. മനുഷ്യരാശിക്ക് അള്ളാഹു ചെയ്തത് ഏറ്റവും വലിയ റഹ്മത്ത് ഏതാ? അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ. അത് ഈ വേദം ഇറക്കിയില്ലായിരുന്നെങ്കിൽ ലോകത്തിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ മനുഷ്യരാശിയോടുള്ള അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടമായ ഇത് ഖുർആനാണ്. അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ. ഖുർആന്റെ ഈ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ ശാസ്ത്രം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ചരിത്രം, ഭാഷ, ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ സംസാരിക്കാൻ നിന്നാൽ നേരത്തെ പറഞ്ഞ പോലെ ഇല്ല, തീരെ അടങ്ങിയില്ല ഒരിക്കലും. അപ്പോൾ തൽക്കാലം നമുക്ക് ഇത് അടക്കിയേ പറ്റൂ, നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് ഒരു തുടക്കമാണ്. അപ്പോൾ ഖുർആനിലെ പ്രഡിക്ഷൻ ഉണ്ട്. ഇപ്പോൾ
അബൂലഹബ് ജീവിച്ചിരിക്കുന്ന കാലത്ത് തബ്ബത്ത് യദാ അബീ ലഹബി വതബ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നരകത്തിലാണ് എന്ന് പറഞ്ഞ ഖുർആനാണിത്. അതുപോലുള്ള ഒരുപാട് പ്രഡിക്ഷൻ ഒലിബത്തറും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളൊരു ചെറിയ ഒരു എന്താണ് പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് ഉദാഹരണങ്ങൾ, അപ്പോൾ ഈ ഉദാഹരണങ്ങളിൽ വെച്ച് വികസിപ്പിക്കുക, നമ്മളും വികസിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും കൂടുതൽ പഠിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാവട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.